അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പെന്നുകളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താലോ. ഞാൻ ഇവിടെ മറ്റേ 3 രൂപേൻ്റെ പെൻ എടുത്തിട്ടുണ്ട്. അതിമ പേപ്പർ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ ഉള്ള മുകൾ ഭാഗം ചെറുതായിട്ട് വെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുത്തു. ഇനി നമുക്ക് ഒരു ടെഡി ബിയറിൻ്റെ തല വെട്ടിയെടുക്കാം. കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്തതിന് ശേഷം അതപ്പോൾ നമുക്ക് ടെക്സ്ചർ ആർട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പേപ്പർ കുറച്ച് വെള്ളത്തിലിട്ടാണ്ട് ഇങ്ങനെ ഈ ഒരു വരിവാക്കി എടുത്തു. അതിക്ക് പെയിൻറ്റും പശയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പേപ്പറുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തു. ബാക്ക് ഭാഗവും കവർ ചെയ്ത് കൊടുത്തിട്ടോ. ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ. മറ്റേ പ്ലെയിനായി നിന്നാൽ രസം ഉണ്ടാവില്ലല്ലോ. പിന്നെ ചെവീൻ്റെ അവിടെയും മൂക്കിൻ്റെ അവിടെയൊക്കെ നമ്മൾ പിങ്ക് കളറ് ചേർത്തിട്ട് അതും അങ്ങനെ സെറ്റാക്കി എടുത്തു. ആ പിങ്ക് കളറ് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വന്നപ്പോൾ മങ്ങിയ കളറായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, രസമുണ്ട് കേട്ടോ. ഇതൊന്ന് ഉണങ്ങി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടോ. 2-3-4 ദിവസം എടുത്തിട്ടാണ് ഇതിൻ്റെത് ഉണങ്ങി കിട്ടിയത്. ഇനി അതിൻ്റെ അടപ്പ് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ കട്ടിയുള്ള ചെറിയൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മടക്കി ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗവും കവർ ചെയ്ത് കൊടുത്തുട്ടോ. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതുമ്പോൾ മൊത്തമായിട്ട് ഈ ടെക്സ്റ്റ് ആർട്ട് ചെയ്ത് കൊടുക്കാം. ഞാനത് ചെയ്യുന്നതിൻ്റെ മുമ്പ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടോ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഡയറക്റ്റായിട്ട് അതുമ്പോൾ തന്നെ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ നമ്മളെ തല അതുമ്പോൾ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണേൽ അടപ്പിലും ഒട്ടിച്ചു കൊടുക്കട്ടെ. ഞാൻ ബാക്ക് ഭാഗത്താണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.